ഈഡിപ്പസ് കോംപ്ലക്സിൽപ്പെട്ടു വീഴുന്ന നായകൻ, ദാമ്പത്യത്തിനായി കൊതിക്കുന്ന അവൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ. നായകൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കുമോ? അവന് ഭാര്യയുമായി ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുമോ? ഇത് 2000 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മലയാളത്തിലെ സോഫ്റ്റ് പോൺ സിനിമകളുടെ ഒരു പ്രമേയമല്ല. 1972 മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായി വന്ന ഒരു പ്രമേയമാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നത് ഒരു പ്രമേയമായി ഒരു സിനിമയുടെ ഭാഗമായി വരിക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. ലോക സിനിമയിൽ ഈഡിപ്പസ് കോംപ്ലക്സ് പ്രമേയമായി ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പ്രശസ്ത ഇറ്റാലിയൻ ചലച്ചിത്രകാരനായ പസോളിനിയുടെ ഈഡിപ്പസ് റെക്സ് എല്ലാം അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു വിഷയം പ്രമേയമാക്കാൻ ഇന്ന് പോലും ധൈര്യമില്ല. അങ്ങനെ വിപ്ലവാത്മകമായ ഒരു പ്രമേയമാണ് 1972 മലയാള സിനിമയിൽ വന്നത്. പുനർജന്മം എന്നാണ് ആ സിനിമയുടെ പേര്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമ മലയാളത്തിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് മൂവിയായി കരുതപ്പെടുന്നു. മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര സിനിമയെന്ന് കരുതപ്പെടുന്ന KG ജോർജിന്റെ സ്വപ്നാടനവും ആദ്യത്തെ ഇറോട്ടിക് മൂവിയായി കരുതപ്പെടുന്ന IV ശശിയുടെ അവളുടെ രാവുകളും ഇറങ്ങുന്നതിനെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് 1972 ഈ സിനിമ പുറത്തിറങ്ങിയത്. എന്നാൽ ഇങ്ങനെയൊരു സിനിമയുടെ ഭാഗമായി അതിൻ്റെ നായകനായി വന്നതാവട്ടെ നമ്മുടെ പ്രേം നസീർ ആ സമയത്ത് മലയാള സിനിമയുടെ മുടി ചൂടായി മന്നനായി സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന കാലം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു സിനിമയിൽ നായകനും നായികയുമായത് പ്രേം നസീറും ജയഭാരതിയുമായിരുന്നു. പ്രേം നസീറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഈ സിനിമയിലെ അരവിന്ദൻ മാറുകയും ചെയ്തു. ഇതിന്റെ കഥ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും എടുത്തതാണ്. പ്രശസ്ത യുക്തിവാദിയും മനഃശാസ്ത്രജ്ഞനുമായ A.T. കോവൂരിന്റെ കേസ് ഡയറിയിൽ നിന്നും എടുത്തതാണ് ഇതിന്റെ കഥ. A.T. കോവൂർ അക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ തൻ്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേസ് ഹിസ്റ്ററി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസ് ഹിസ്റ്ററിയിലെ ഒരു സംഭവമാണ് KS സേതുമാധവൻ തൻ്റെ അടുത്ത സിനിമയ്ക്കുള്ള പ്രമേയമായി കണ്ടെത്തിയത്. A.T. കോവൂരിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി പ്രശസ്ത തിരക്കഥാകൃത്ത് തോപ്പിൽ ബാസി ഇതിന് തിരക്കഥാ രൂപം നൽകി. ഛായാഗ്രഹണം മെല്ലി ഇറാനിയും എഡിറ്റിംഗ് MS മണിയും നിർവഹിച്ചു. വയലാറിൻ്റെ അതിമനോഹരങ്ങളായ 8 ഗാനങ്ങൾക്ക് ദേവരാജൻ സംഗീത സംവിധാനം നിർവഹിച്ചു. പ്രേമ ഭിക്ഷുകി 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 സൂര്യകാന്ത കൽപ്പടവിൽ തുടങ്ങി കേൾക്കാൻ ഇമ്പമുള്ള ആ ഗാനങ്ങൾക്ക് ഇന്നും ആസ്വാദകർ ഏറെയാണ്. ഇതിൽ സുന്ദരിയായ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ടാണ് ജയഭാരതി വരുന്നത്. ആ കോളേജിലെ ലെക്ചററാണ് പ്രേം നസീറിന് അദ്ദേഹത്തിൻ്റെ അമ്മയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ വരുന്നതിന് 6 മാസം മുമ്പേ അമ്മ മരണപ്പെടുന്നു. അങ്ങനെ അതീവ ദുഃഖിതനായാണ് അദ്ദേഹം കോളേജിലെത്തുന്നത്. അവിടെ വെച്ചാണ് ജയഭാരതിയുമായി പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയമാവുകയും അവസാനം വിവാഹത്തിലെത്തുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ജയഭാരതിയുമായി ബന്ധപ്പെടാൻ പ്രേം നസീറിന് കഴിയുന്നില്ല. തൻ്റെ ഭാര്യയിൽ തൻ്റെ അമ്മയെയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അമ്മ നഷ്ടപ്പെട്ട പ്രേം നസീർ ഒരു അമ്മയുടെ വാത്സല്യം ഭാര്യയിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തൻ്റെ ഭാര്യയുമായുള്ള ദാമ്പത്യത്തിൽ താൻ പരാജയപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുന്ന പ്രേം നസീർ ആകെ നിയന്ത്രണം വിടുന്നു. തനിക്ക് ലൈംഗിക ശേഷിയുണ്ടെന്ന് തെളിയിക്കാനായി വീട്ടിലെ വേലക്കാരിയുമായി പോലും അദ്ദേഹം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് ജയഭാരതി കാണുന്നതുകൂടി അവർ തമ്മിലുള്ള വേർപിരിയലിന് കാരണമാവുന്നു. എന്നാൽ അപ്പോഴും ഭാര്യയെ അമിതമായി സ്നേഹിച്ചു കൊണ്ടിരുന്ന പ്രേം നസീറിന് ഈ തകർച്ച താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഇത് അവസാനം ജയഭാരതിയെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ മുന്നിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇതൊരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണെന്ന് തിരിച്ചറിയുന്നതും പിന്നീട് അതിന് ശാസ്ത്രീയമായ രീതിയിൽ ചികിത്സ നൽകി പ്രേം നസീറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം. ഏറെ ആശങ്കയോടുകൂടിയാണ് ഈ സിനിമയുടെ റിലീസ് നടന്നതെങ്കിലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് ഈ സിനിമ സ്വീകരിച്ചത്. അക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്നായി ഈ സിനിമ മാറി. പ്രേം നസീറും ജയഭാരതിയും ചേർന്ന് അടുത്തിടപഴകുന്ന ചില രംഗങ്ങളെല്ലാം ഈ സിനിമയിൽ അന്നുണ്ടായത് വെള്ളിത്തിരയിലെ ഒരു വിപ്ലവം തന്നെയായിരുന്നു. CID നസീർ പോലെയുള്ള തികച്ചും കൊമേഴ്സ്യലും റൊമാൻറ്റിക്കുമായ സിനിമകളുടെ കുത്തൊഴുക്കിലാണ് പ്രേം നസീറിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഇങ്ങനെയൊരു കഥാപാത്രം വരുന്നത്. അക്കാലത്തെ നായക സങ്കല്പത്തിൻ്റെ ക്വാളിറ്റികളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ശരിയും തെറ്റുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ പ്രേം നസീർ അവതരിപ്പിച്ച കോളേജ് ലെക്ചറർ.
ഈ സിനിമയുടെ വിജയം ഇതിനെ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുന്നതിന് കാരണമായി. തമിഴിൽ മറുപിറവി എന്ന പേരിലാണ് ഈ സിനിമ ഇറങ്ങിയത്. മഞ്ജുളയും മുത്തുരാമനുമായിരുന്നു ഇതിലെ നായികാനായകന്മാർ. പിന്നീട് തെലുങ്കിലേക്കും ഇത് റീമേക്ക് ചെയ്യപ്പെട്ടു. അവിടെ പ്രേം നസീറിനും ജയഭാരതിക്കും പകരം കൃഷ്ണയും വാണിശ്രീയുമാണ് അഭിനയിച്ചത്. എല്ലാ ഭാഷകളിലും മികച്ച അഭിപ്രായം നേടി ഹിറ്റായ സിനിമയാണ് പുനർജന്മം. പ്രേം നസീറിൻ്റെ വാണിജ്യ സിനിമകളുടെ കുത്തൊഴുക്കിൽ ഇങ്ങനെയുള്ള കുറേ നല്ല അഭിനയ സാധ്യതയുള്ള സിനിമകൾ അദ്ദേഹം കലാകാലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് അർഹമായ അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇത്തരം സിനിമകളും കൂടിയാണ് പ്രേം നസീർ എന്ന മഹാനടനെ പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.